അസ്സലാമു അലൈക്കും. അബ്ദുള്ള വാസൂറാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മൾ വയനാട് അപകടവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉരുൾപൊട്ടലും അവിടുത്തെ വിഷമമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരിക്കേണ്ടത് ഉണ്ട് എന്ന് തോന്നിയുണ്ട്. അതായാലും ലീഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ലീഗിൻ്റെ നേതാക്കന്മാരും ലീഗിൻ്റെ പ്രവർത്തകരും വൈറ്റ് കാർഡ് വിക്കായൻ്റെ ആളുകളൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ ചർച്ചാ വിഷയമൊക്കെ നടക്കുകയാണ്. അപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങൾ എല്ലാ വിഷമവും സഹിച്ചുകൊണ്ട് അതേ വയനാട് സന്ദർശിക്കാൻ വേണ്ടി പോയ ഒരു രംഗം കണ്ടു. പിന്നെ ലീഗിൻ്റെ പ്രസക്തിയെപ്പറ്റി ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ലീഗിൻ്റെ ഫണ്ടിലേക്ക് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സാജൻ സക്കരിയ മറുനാടൻ മലയാളി ഉണ്ടല്ലോ, അദ്ദേഹം 1 ലക്ഷം രൂപ ലീഗിൻ്റെ ആളെ കയ്യിൽ ഏൽപ്പിച്ചു. ലീഗിൽ എനിക്ക് ഒരുപാട് വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും സാദിഖലി തങ്ങൾ ഇവിടെ വന്നു സന്ദർശിക്കാൻ വേണ്ടി അത് നമ്മൾ ആദ്യം ഒന്ന് കാണാം. നമ്മൾ പോയ വഴി കാണിച്ചു കൊടുക്കുക. നേരത്തെ പോയ സ്ഥലം എവിടെയാ? ഒരു കിലോമീറ്റർ ഇതെല്ലാം ഈ സൈഡിലെ എല്ലാ ബിൽഡിങ്ങും അടിച്ചു. ഇങ്ങനെ വന്ന് അടിച്ചിട്ട് നേരെ പോയിട്ടാണ് നേരെ വന്ന് മുണ്ടക്കൈ സാർ ഞാൻ പള്ളി അവിടെ വന്ന് അവിടെ കംപ്ലീറ്റ് സാധനം അടിച്ചു ഒരുപാട്. പിന്നെ ഒന്ന് സാർ എല്ലാം കണ്ടില്ലേ, മഹാനവർ വന്നത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആളുകളെ പോലെയൊന്നല്ല, അത് തുറന്നു പറയാൻ പറ്റും. കാരണം അതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ ഇപ്പോൾ നമ്മളെ സാജൻ സക്കരിയ 1 ലക്ഷം രൂപ കൊടുത്ത് കഥ പറയുന്നത്. അപ്പോൾ സാദിഖലി നിങ്ങൾ ഇവിടെ ഇത്തിരി വിഷമിച്ചുകൊണ്ട് വരുന്നു. വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിലാണ്, രാഷ്ട്രീയപരമായിട്ട് പറയുമല്ലോ വന്നില്ല എന്നുള്ളത്. അല്ലാതെ കണ്ട് മഹാനവറുകളെ നേതൃത്വം തന്നെയാണ് ഈ വിക്കായ എന്നുള്ള വളണ്ടിയർമാർക്കും അതുപോലെ തന്നെ വൈറ്റ് കാർഡിനൊക്കെ ഉള്ളതെന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എവിടെയെങ്കിലും വിഷമമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിൻ്റെ നേതാക്കന്മാർ അത് അപ്പം തന്നെ ഇടപെട്ടിട്ട് ഇവിടുന്ന് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. മറ്റൊന്നെന്ന് വെച്ചാൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു ഉരുൾപൊട്ടുന്ന സന്ദർഭത്തിനൊന്നല്ല. ബൈത്തുൽ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വീടുകളൊക്കെ കെട്ടി കൊടുക്കുന്നു. ഓരോ കൊല്ലം കൂടുന്ന സന്ദർഭത്തിൽ റമദാൻ മാസത്തിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാക്കി ജാതി ഭേദമന്യേ എല്ലാവരും സഹായിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യപ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. പറയാനുള്ള കാരണം വെച്ചാൽ എല്ലാവരും വിമർശിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ അവസാനം അതേ ലീഗിൻ്റെ കാര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യങ്ങളുണ്ട്. അതായത് മുസ്ലിമിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരും ബുദ്ധിമുട്ടിക്കുന്നവരും ലാസ്റ്റ് ഇസ്ലാമത സ്വീകരിച്ചൊക്കെ ചരിത്രങ്ങൾക്കാണ് ഇസ്ലാമിൽ. അപ്പോൾ ഇസ്ലാമിന് ആരുടെ ശത്രുക്കൾ ഉണ്ടാകുന്നത് അവർ പോലും അവസാനം മുസ്ലിമിനെ ശരിയെന്ന് പറയുന്നിടത്തേക്കൊരു സ്വഭാവം സാധാരണ ഉണ്ടാകാറുണ്ട്. അതിനാണ് ഇപ്പോൾ നമ്മൾ സാജൻ സക്കരിയാൻ്റെ കണ്ടത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ചാൽ കാരുണ്യപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ്റിനെ പോലെ തന്നെ 5 കോടി രൂപ സ്വന്തം ലീഗ് നേതാക്കന്മാർ തിരിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വീടൊക്കെ കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ലീഗിനെ പറ്റി ഇത്തിരി പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ലീഗിൻ്റെ പ്രവർത്തനം ഇന്നുള്ളതൊന്നുമല്ല, തുടർന്നിട്ട് 300 ദിവസമുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഇന്നൊരു സേവനം ചെയ്തൊരു ടീമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ സാദിഖലി തങ്ങൾ വെച്ചെങ്കിൽ അവിടെ വരാൻ കുറച്ച് വൈകിയെങ്കിലും അദ്ദേഹം ആദ്യം തന്നെ അവിടെ ആളെ വിട്ടു എന്നുള്ളതാണ്. കാരണം സാദിഖലി തങ്ങൾ അറിയാതെ കണ്ട് ആരും പ്രവർത്തനം ഒന്നും ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനും സാദിഖലി തങ്ങളോ അല്ലെങ്കിൽ തലപ്പത്തിലുള്ള ആളൊക്കെ അറിയും. അത് ലീഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് പക്ഷേ അറിയാൻ വേണ്ടി ആരും അവർ പ്രവർത്തിക്കാറില്ല. പിന്നെ സാദിഖലി അവിടെ വന്നില്ലെങ്കിൽ ഇവിടെ വന്നില്ലാണ്, അതുകൊണ്ട് മൂപ്പർ വന്നേക്കും. അല്ലാതെ മറ്റുള്ള എല്ലാ പ്രവർത്തനത്തിനും പിന്നിൽ മൂപ്പർ തന്നെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം. ഒന്ന് മറ്റൊന്ന് പിന്നെ നമ്മളെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാനുണ്ടെങ്കിൽ അവിടെ വൈറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട
കാണാരി ആ കണ്ടില്ലേ, ഇതാണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ എത്ര വിമർശിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നത് എന്ത് എന്ന് മറ്റുള്ളവർക്ക് എടുത്തു പറയേണ്ടി വരും. അതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി. അവിടെ തന്നെയാണ് നമ്മൾ ഈ പ്രസക്തിയൊക്കെ കാണുന്നത്. കാരണം വെച്ചാൽ ഈ ലീഗിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ എല്ലാ പാർട്ടിനെ പോലെയല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ ആൾ കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി പോലും പറഞ്ഞത്. മുസ്ലിം എന്നുള്ള പേരുള്ളത് കൊണ്ടല്ല നമ്മൾ പാർട്ടിയെ നോക്കുന്നത്, അവരെ ആശയം, അവരുടെ ആദർശം, അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയും എന്താണ് എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് വിധി പറയാൻ പറ്റൂ. ഇന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ സന്ദർഭം ഉണ്ടായതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു മതപരമായിട്ട് ചിന്തിക്കുന്നൊരു പാർട്ടിയൊന്നുമല്ല. മുസ്ലിംസിൻ്റെ ഒരു പാർട്ടി ആയതുകൊണ്ട് മുസ്ലിം ലീഗ് എന്നില്ല. അന്നത്തെ കാലത്ത് മുസ്ലിം ലീഗ് എന്നൊരു പേരിൽ അങ്ങനെ വീണ്ടും ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗിന് അങ്ങനെ കാണുന്നവരുണ്ട്. അവർക്ക് പോലും ഇപ്പോൾ ലാസ്റ്റ് സാജൻ സെക്രട്ടറിനെ പുറത്തെ ആളുകൾ പറഞ്ഞു കണ്ടില്ലേ, മുസ്ലിം ലീഗിനെ വിശ്വസിക്കാൻ പറ്റും. നമുക്ക് മുസ്ലിം ലീഗിനെ വിശ്വസിക്കാൻ പറ്റും എന്നാ പറയുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട്? മുസ്ലിം ലീഗിനെ ആര് വിമർശിച്ചാലും അവർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അതിനും പ്രസക്തമായ പ്രവർത്തനമാണ്. അത് ആർക്ക് തള്ളിക്കളയാൻ പറ്റുന്ന പ്രവർത്തനം അല്ല, ആർക്ക് വേണ്ട എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിലെ കഥയൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ അവർക്കൊക്കെ തിരുത്തിയിട്ട് പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അതിൻ്റെ നേതാക്കന്മാരുടെ പ്രവർത്തനം അത്രയുമാണ്. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി പോലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് സമയത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ മതി, ഞാനപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രത്യേകത. അതേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ച സന്ദർഭത്തിൽ BJP നേതാക്കന്മാർക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഒരു സമാധാനത്തിൻ്റെ ദീപം അണഞ്ഞുപോയി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ആര് വിമർശിച്ചാലും ലീഗ് അങ്ങനെയാണ്. ലീഗിനെ ആരെന്ത് തള്ളി പറഞ്ഞാലും അവസാനം വാരി പുണരേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ പറയാനുള്ള കാരണം ഇപ്പോൾ തങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കുന്നു. പിന്നെ ഒരുപാട് വൈറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നത് കണ്ടുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്ന് സാജൻ സക്രിയ പറയുന്ന ഒരു വാക്ക് കൊടുക്കുകയൊക്കെ പൈസ കൊടുത്തിട്ട് 1 ലക്ഷം രൂപ ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും. ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപ്പിരിവിനോടാണ് എന്നതുകൊണ്ടാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് പറയാനുള്ള കാരണം ലീഗിൻ്റെ പൈസ, ലീഗ് വിരിപ്പിക്കുന്ന പൈസ അതൊന്നും ഒരാളും അറിയാതെ മിസ് ചെയ്ത്, അതുപോലെ തന്നെയാണ് ഈ മുസ്ലിം സംഘടനയുടെ എല്ലാ കാര്യങ്ങളും, മുസ്ലിം സമുദായത്തിൻ്റെ ദീനി സ്ഥാപനങ്ങൾ, ഇതൊക്കെ എല്ലാ വരുന്ന പൈസക്കും കണക്കും കഴിയും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ കണ്ട് എവിടെയെങ്കിലും ഇത് മറ്റേ ഉണ്ടിപ്പണമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപാലപ്പണമായിട്ടോ അല്ലെങ്കിൽ കള്ളക്കടത്തായിട്ടൊന്നും വരികയും ചെയ്യില്ല. അങ്ങനെ ഒരുപാട് എന്തെങ്കിലും വിമർശിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നാട്ടിൽ തെളിയിക്കാൻ പറ്റുന്നത്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ കീശയിൽ നിന്ന് എടുത്തിട്ട് സ്വയം ചിലവാക്കുന്നൊരു സ്വഭാവം അത് മുസ്ലിങ്ങൾക്കുള്ള സ്വഭാവത്തിൽപ്പെട്ടത്. അത് മുസ്ലിംസിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സ്വഭാവമാണ്. അതുകൊണ്ടാണ് സാജൻ സക്രിയ പോലും പറഞ്ഞു കണ്ടില്ലേ, നമ്മൾ എത്ര ഒരുപാട് വിമർശിക്കുന്നൊരു മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഒരു നന്ദി രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ. കാരണം വെച്ചാൽ ഇതുപോലെ സന്ദർഭത്തിൽ പോലും നമ്മൾ TG മോഹൻദാസിനെ പോലെ വർഗീയം പറയാനോ അല്ലെങ്കിൽ എത്തി കാണിക്കാനൊന്നും സാധിച്ചില്ലല്ലോ അദ്ദേഹത്തിന് പോലും. നമ്മൾ ഒരുപാട് ഇയാൾ തെറ്റിദ്ധരിച്ച് ചില കാര്യങ്ങളൊക്കെ അയാൾ നമ്മൾ വിമർശിക്കാനും പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാനൊക്കെ സത്യമായിരിക്കാമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം. ഏതായാലും അതൊക്കെ നമ്മൾ മറക്കാൻ തയ്യാറാകും. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ, അത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് തോളോട് തോളൊരുമി ജീവിക്കുന്നൊരു ജീവിതമാണ് നമ്മുടെ ഇന്ത്യൻ്റെ. ഒരു രാഷ്ട്രത്തിൻ്റെ ഭദ്രതയും അത് തന്നെയാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ വിജയവും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകോദര സാധനങ്ങളിൽ ജീവിക്കണമെന്നും തമ്മിൽ വിമർശനങ്ങൾ പറയാതെ തമ്മിൽ കലഹിക്കാതെ വേണ്ടി ജീവിക്കാൻ എല്ലാവരും പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സാജൻ സക്രിയയോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഞാൻ മുസ്ലിം ലീഗിന് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സിന് താല്പര്യം കൊടുത്തത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.